ഉലകമഹാന്മാരഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങി ഉണർന്നെൻ്റെ കർത്താവിൻ്റെ പാദപീഠയെ ചാർന്ന് വരുവാൻ തക്കടം സഹായിച്ചതോർത്ത് നന്ദി പറയട്ടപ്പാ. ഈ വിശുദ്ധ ദിവസത്തിൽ ഹല്ലേലൂയ, എൻ്റെ കർത്താവിൻ്റെ പാദപീഠത്തിൽ കടന്നു വന്ന ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ ആവശ്യം സ്തോത്രത്തോട് അറിയിപ്പാൻ ഞങ്ങളെ സഹായിച്ചതോർത്ത് സ്തോത്രം. രാത്രികാലം ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിച്ചൊരു പുതിയ ദിവസത്തിലേക്ക് കൊണ്ടുവന്നു. നന്ദിയപ്പാ, നന്ദി നന്ദി. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അവിടുത്തെ പക്കല അപ്പാ തന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയമക്കളെ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും ഏൽപ്പിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിച്ച് കാത്ത് സൂക്ഷിച്ച് പരിപാലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്നുവരെയും ആ സംരക്ഷണത്തിൻ്റെ കലവറയത്തിൽ ഇന്നുവരെ അടിയങ്ങൾക്കായിരിക്കാൻ സഹായിച്ചല്ലോ. സ്തോത്രം സ്തോത്രം. അപ്പോൾ വീണ്ടും സമർപ്പിക്കുന്ന ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടെ. ഇന്ന് പകൽക്കാലം വരാമായിരിക്കുന്ന ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാദി പകർച്ചയാദി മരണത്തിന് ഏൽപ്പിക്കാതെ സ്വർഗം ഞങ്ങളെ സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം 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 കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, സമയം ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബത്തെ എത്ര കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്നെയാണ് പെണ്ണുമായ കുഞ്ഞുങ്ങൾ, അവരുടെ ഭാവി, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, തന്ന കൊച്ചു തലമുറകളെ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം എല്ലാം നന്ദിയോടെ സ്തോത്രത്തോടെ അപ്പൻ്റെ പാദപീഠത്തിലോട്ട് ഏൽപ്പിച്ചു തരുന്നു. ഇന്നുവരെയും അവിടുന്ന് അത്ഭുത അതിശയമായി ഞങ്ങളെ നടത്തി. വൻ കൃപകൾക്കായി സ്തോത്രം സ്തോത്രം. നന്ദിയപ്പ നന്ദി. വീണ്ടും ഞങ്ങളെ സമ്പൂർണ്ണമായിട്ടും ഏൽപ്പിക്കട്ടെ. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ കരം പിടിച്ച് നടത്തണം. അവിടുത്തെ ആലോചനയാൽ ഞങ്ങളെ നടത്തുമാറാകണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണേ, സഹായിച്ച് സൗഖ്യപ്പെടുത്തി നടത്തണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ, അവരുടെ പഠനത്തെ മാനിക്കണേ, അവരുടെ പരീക്ഷയെ കൂടെ ഇരിക്കണേ, ജയത്തോടെ അവരെ നടത്തണമേ. എൻ്റെ കർത്താവേ, ജോലി ചെയ്യുന്ന മക്കളെ സഹായിച്ച് ബലപ്പെടുത്തിക്കൊള്ളണമേ. ആരോഗ്യത്തിലും കൃപയിലും അവരെ സൂക്ഷിക്കണമേ. ഏറിയ പ്രതിഫലം കൊടുത്ത് മാനിക്കണമേ. എൻ്റെ ദൈവമായ കർത്താവെ, കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണമേ. സന്തോഷത്തിലും ദൈവകൃപയിലും ജീവിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന തൻ്റെ കുഞ്ഞുങ്ങളവിടെ മനസ്സലിവ് കാണിക്കണേ കർത്താവെ. അവർക്ക് തലമുറകളെ നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായ ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. തക്ക തുണയൊരുക്കി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാൻ സ്വർഗത്തിലെ അപ്പച്ചൻ സഹായിച്ചാട്ട്. ഗർഭിണികളായിരിക്കും ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. വസന്തികളും കൂടെ ഇരിക്കണേ. സുഖപ്രസവം നൽകണമേ. ഊനമില്ലാത്ത കുഞ്ഞുങ്ങളെ കൊടുത്ത് സഹായിക്കണമേ. പ്രത്യേകിച്ച് യാത്രയിലായിരിക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, തൻ്റെ മക്കളുടെ എല്ലാ യാത്രകളിലും കൂടെ ഇരിക്കണം. അവർ സുരക്ഷിതമായി എത്തേണ്ട സ്ഥാനത്ത് എത്തിച്ചേരുവാൻ ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. വഴിമതിയെ അലയുവാൻ വലയുവാൻ ഭാരപ്പെടുവാൻ സമ്മതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ കരം അവരെ ചാർത്ത് പിടിക്കുമാറാകണം. പ്രത്യേകിച്ച് കർത്താവേ, സ്തോത്രം സ്തോത്രം. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ടപ്പാ, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ഭാരങ്ങൾ, അവരുടെ രോഗങ്ങൾ, അവരുടെ വേദനകളെല്ലാം അപ്പൻ്റെ പാദപീഠത്തിൽ ഇട്ട് തരികയാണ്. എൻ്റെ കർത്താവെ, അടിയൻ മറന്നാലും നീ മറക്കാത്ത ദൈവമാ. ഓരോ മക്കളെയും അവിടുന്ന് ഉള്ളതുപോലെ കാണുന്ന കർത്താവാ. അവിടുന്ന് അറിഞ്ഞ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രത്യേകിച്ച് ഞങ്ങളുടെ രോഗികളെ സമർപ്പിക്കുകയപ്പാ. രോഗികൾക്ക് വൈദ്യനും രോഗം നീക്കുന്ന മരുന്നും അവിടുന്ന് അപ്പം തൊട്ട് സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും കിടക്കകളിലായിരിക്കുന്ന ഓരോ മക്കളോടും കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗത്തിനും മതിയായത് അവിടുത്തെ പക്കല കാൽവർ കുശല രക്തം, അതൊരു തുള്ളി മതിയപ്പ സകല രോഗാണുക്കളെയും നിർജ്ജീവമാക്കുന്നതാകയാൽ
അപ്പം മനസ്സലിയണമേ, കരുണ തോന്നണമേ, സൗഖ്യപ്പെടുത്തണമേ. മഹത്വമേറിയ സാക്ഷ്യത്തിനായി ഓരോ മക്കളെയും ഒരുക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ഇന്നുവരെയും ഞങ്ങളെ സഹായിച്ച് നിലനിർത്തിയ ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. എല്ലാവരെയും തിരുമുൻപാകത്തായിരുന്നപ്പാ. ഹല്ലേലൂയ. കൈകാലുകൾക്ക് ചലനമില്ലാതെ, കാഴ്ചയില്ലാതെ, കേൾവിയില്ലാതെ, ഓർമ്മയില്ലാതെ, ബുദ്ധിയില്ലാതെ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവരെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാഥാ, നീ അവർക്ക് സകലതുമായി കൂടെ ഇരുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവേ, മാരകമായ രോഗങ്ങൾക്കൊക്കെ അടിമപ്പെട്ട ജീവിതങ്ങളുണ്ട്. തിരുമുൻപാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സൗഖ്യദായകനെ ആ കരമൊന്ന് തൊട്ടാൽ മതി, അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സൗഖ്യം ലഭിക്കും. മനസ്സലിയണമേ, കരുണ കാണിക്കണമേ, അത്ഭുത സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും ഓർക്കുന്നു. വേർപാട് ദുഃഖം അനുഭവിക്കുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. ഞങ്ങളുടെ യുവാക്കന്മാർക്കായി സ്തോത്രം, ഞങ്ങളുടെ പൈതങ്ങൾക്കായി സ്തോത്രം. എല്ലാവരെയും സ്വർഗത്തിലെ അപ്പച്ചൻ ഏറ്റെടുത്തിരിക്കുകയാൽ നന്ദി. കരുതലോടെ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സമാധാനവും സന്തോഷവും സൗഖ്യം നൽകി മാനിക്കണം. അത്ഭുതവും ജയമായി നടത്തിക്കൊള്ളുമാറാകണം. ഹല്ലേലൂയ. ഞങ്ങളുടെ ദേശത്തിൻ്റെ മേൽ സൗഖ്യമയക്കണം. ഞങ്ങളുടെ ദേശത്തിൻ്റെ മേൽ സമാധാനം നൽകണം. ഞങ്ങളുടെ ദേശത്തെ സുരക്ഷിതമായി സൂക്ഷിക്കണം. ഞങ്ങൾ പാർക്കുന്ന ഭവനത്തെ അനുഗ്രഹിക്കണം. സ്വർഗീയ ദൂതന്മാരാൽ കാവൽ ചെയ്യണം. എല്ലാ അനിഷ്ട സംഭവങ്ങളിൽ നിന്ന് വിടുവിക്കുമാറാകണം. ദുഷ്ടപിശാച് നോക്കാതെ കാണാതെ തൊഴുക. കർത്താവ് ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും സൂക്ഷിക്കുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഉപജീവനമാർഗം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഒന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഒന്നിനും കുറവുകൂടാതെ എല്ലാ മക്കളെയും ക്ഷേമത്തോടെ നടത്തിക്കൊള്ളണമേ. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. നന്മ കൊണ്ട് നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഷ്ടനഷ്ടം കൂടാതെ എല്ലാം ചെയ്തെടുപ്പാൻ കൃപ കൊടുക്കുമാറാകണം. കർത്താവെ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളുണ്ടപ്പാ, അവരോട് മനസ്സലിയണേ, കരുണ കാണിക്കണമേ. വിശ്വാസം ചോർന്നു പോകാൻ സമ്മതിക്കല്ലേ അപ്പാ. ഞങ്ങളുടെ പ്രാർത്ഥന നഷ്ടമായി പോകാൻ സമ്മതിക്കരുതേ. ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ വലിയ സന്തോഷവർത്തമാനം പങ്കുവയ്ക്കുവാൻ, നന്മകളെ പ്രാപിപ്പാൻ, സ്വർഗമൊരുക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും വഴികൾക്കുമായി സ്തോത്രം, സ്തോത്രം. നന്ദി അപ്പ, നന്ദി. അതിന്മേലുള്ള സകല ബന്ധനങ്ങളെയും സ്വർഗമെന്ന് അഴിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ്, ഞങ്ങളുടെ കുടുംബത്തോടെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട്, ഞങ്ങളുടെ നന്മയോട്, ഞങ്ങളുടെ ആരോഗ്യത്തോട്, ഞങ്ങളുടെ ഹല്ലേലൂയ കർത്താവ് സമ്പത്തിനോട് പോരാടി നിൽക്കുന്നതായ സകല ദുഷ്ടപ്പോരുകളെയും സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ള നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ അതിനെ ശാസിച്ച് ഹല്ലേലൂയ കർത്താവ് ബന്ധിക്കുകയാ. സ്വർഗമേ, അതിൻ്റെ മേലൊക്കെയും അടിയങ്ങൾക്ക് വലിയ ജയം തന്ന് ഞങ്ങളെ മാനിക്കുമാറാകണം. പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ടെന്ന് നിശ്ചയമാ കർത്താവേ. ഞങ്ങളത് കണ്ണാലെ കണ്ട് സന്തോഷിച്ച് ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സമസ്ത ഭാരങ്ങളും അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം പാപം കൂടാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവത്തെ ആരാധിക്കുന്ന പകൽക്കാലമായി മാറുവാൻ ഇടയാക്കുമാറാകണം. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം.